അഷ്ടമിരോഹിണി രാത്രിയിൽ അമ്പാടിയിൽ നന്ദഗോപൻ്റെ ഭാര്യ യശോദ പ്രസവത്തിൻ്റെ ആലസ്യത്തിലാണ്, മയക്കത്തിലാണ്. ആ സമയം മധുരയിൽ നിന്ന് ആ നീലനിലാവുമായിട്ട് വസുദേവർ അമ്പാടിയിലെത്തുന്നു. ആരുമറിയാതെ യശോദയുടെ അടുത്തെത്തുന്നു. അവിടെ ആ നീലനിലാവിനെ അവിടെ കിടത്തി പകരം ആ അതിസുന്ദരിയായ പെൺകുഞ്ഞിനെ കയ്യിലെടുത്ത് അവിടെ നിന്ന് മടങ്ങുന്നു. അവർ മടങ്ങിയതിന് ശേഷം ഈ നമ്മുടെ മരതകവർണ്ണൻ ഒരു കരച്ചിലങ്ങ് കരഞ്ഞു. ആ കരച്ചിൽ കേട്ടതോട് കൂടിയിട്ട് യശോദ ഉണർന്നു, ബാക്കി ഗോപികമാരൊക്കെ ഉണർന്നു. അവരെല്ലാവരും അതിശയിച്ചു, അങ്ങനെ ഇതുപോലെ കിടന്നുറങ്ങിപ്പോയോ, ഒരു കുഞ്ഞുണ്ടായിട്ട് അതിനെ ഒന്ന് കാണുക പോലും ചെയ്യാതെ. എന്തെങ്കിലും ആവട്ടെ, അവർ കണ്ടപ്പോഴത്തേക്കും യശോദയുടെ മനസ്സ് നിറഞ്ഞു. കാരണം വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനു വേണ്ടി ദാഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ മരതകവർണ്ണനെ, ഈ കോമളാങ്കനെ, ഈ കുഞ്ഞിക്കറുമ്പനെ കിട്ടിയത്. സന്തോഷമായി. പിറ്റേ ദിവസമായപ്പോഴത്തേക്കും അവിടെ ഗോകുലം മുഴുവനും ജന്മോത്സവമായി. നന്ദഗോപരുടെ ഉണ്ണി, യശോദയുടെ ഉണ്ണി, ആ നാട് മുഴുവനും അതിൻ്റെ ആഹ്ലാദത്തിലായി. അന്ന് മുതൽ ഈ കുഞ്ഞിനെ കാണാനായിട്ട് ആളുകളിങ്ങനെ വന്നു തുടങ്ങി. അവിടെയുള്ളവരെല്ലാം വരുന്നു. വന്നു കഴിഞ്ഞിട്ട് ഓരോരോ സമ്മാനങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ ദിവസങ്ങളോളം അവിടെ ആ ഉത്സവം നീണ്ടു നിന്നു. അതിനിടയ്ക്ക് ഈ കുഞ്ഞ് ഓരോരോ 6 ദിവസം കഴിഞ്ഞു, 28 ദിവസം കഴിഞ്ഞു. അപ്പോഴൊക്കെ പല പല കാര്യങ്ങളും ഉണ്ടായിട്ട് നമുക്കറിയാം. പൂതന മോക്ഷം, പിന്നെ അങ്ങനെ പലതും ഉണ്ടായി. എന്തായാലും ഈ കുഞ്ഞിങ്ങനെ വളർന്നു വരികയാണ്. അവിടെ ഗോപികമാരുടെ കണ്ണിലുണ്ണിയായി. അവരുടെ ഈ വെണ്ണയും പാലും ഒക്കെ ഇവനുള്ളതായി. അതേപോലെ ഗോപികയുടെയും യശോദയുടെയും രോഹിണിയുടെയും ഒക്കെ മനസ്സ് ഇവനിൽ മാത്രമായി. സകല മുനിമാരും അതുപോലെ തന്നെ മഹർഷിമാരും സജ്ജനങ്ങളും എല്ലാവരും ഏതൊരു പരബ്രഹ്മത്തെയാണോ നേരിൽ കാണാനൊക്കില്ല, പക്ഷേ ആ മനസ്സിലെങ്കിലും, ആ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു നിമിഷം കാണാനായിട്ട് കൊതിച്ചത് ആ പരബ്രഹ്മവിധ യശോദാദേവിയുടെ സാരിത്തുമ്പിൽ തൂമി ഇങ്ങനെ നടക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. കവിയോടൊപ്പം എനിക്കും ഇത്രയേ ചോദിക്കാനുള്ളൂ, എന്തു തപം ചെയ്തടി യശോദ.